സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമല ഗോവിന്ദിൻ്റെ അനുയാത്ര, അദ്ധ്യായം 11. സിനിമയിൽ കണ്ടിട്ടുണ്ട് അതിവിശാലമായ ഗാർഡൻ്റെ അങ്ങേയറ്റത്ത് അതിഗംഭീരമായ തലയെടുത്ത് നിൽക്കുന്ന കൊട്ടാരത്തിന് അകമ്പടി പോലെ ചെറിയ കൊട്ടാരങ്ങൾ വേറെ. തമിഴ് സിനിമയോ ഹിന്ദി സിനിമയോ കാണുന്നുവെന്ന തോന്നൽ. ഒരു കുന്നിൻ നെറുകയിലാണ് കൊട്ടാരം. വെയിലേറ്റ് വെട്ടിത്തിളങ്ങുന്ന മാർബിൾ, അവിടെവിടെ പതിപ്പിച്ച ഭിത്തികൾ രത്നങ്ങളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അത്ഭുതം കൊണ്ട് നെഞ്ചു പിളരുന്നു. അപ്പോൾ എല്ലാം വിശദമായി കാണുകയാണെങ്കിലോ? മെല്ലെ ഈപ്പച്ചൻ നടന്നു. കണ്ണുകൾക്ക് ഇമ ചിന്മാൻ പോലും അവസരം കൊടുക്കാതെ എമിലി പിന്തുടർന്നു. ഒരുപക്ഷേ താൻ പിറന്നു വീഴേണ്ടിയിരുന്ന മണിക്കൊട്ടാരം, അല്ലെങ്കിൽ താൻ ഇവിടെ വളരുകയെങ്കിലും ചെയ്യേണ്ടതാണ്. അന്യയെപ്പോലെ ശങ്കിച്ചു നിൽക്കുന്നു ഇപ്പോൾ. 5-6 കാറുകൾക്ക് ഒരുമിച്ച് പാർക്ക് ചെയ്യാവുന്നത്ര വിശാലമായ പോർച്ച് തന്നെ. പൊടി പോലും ഇല്ല പോർച്ചിൻ്റെ തറയിൽ. വരാന്ത അതിവിശാലം, തിളങ്ങുന്ന തറ. എമിലി തൻ്റെ മുഖം കണ്ടു വരാന്തയിൽ. കൂറ്റൻ തൂണുകളത്രയും തടികൊണ്ടുള്ളതാണ്. ഒറ്റ തടിയിൽ ചിത്രപ്പണികൾ ചെയ്ത് പോളിഷ് ചെയ്തവ. ആ തൂണിന്മേലും എമിലി മുഖം കണ്ടു. വാതിൽ പാളികളിലും പോളിഷ് ചെയ്ത് തിളക്കം വന്നവ. എമിലി എല്ലായിടത്തും സ്വന്തം മുഖം കണ്ടു. അതോ അനേകം എമിലിമാർ അവൾക്ക് മുമ്പിൽ നിരന്നതാണോ? അവളെ തന്നെ വരവേൽക്കാൻ ഈപ്പച്ചൻ ബെല്ലടിച്ചു. അകത്തെവിടെയോ ബെല്ലടിച്ചിരിക്കണം. തെല്ലിട കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു. പണിക്കാരിയായിരിക്കും. ഒരു മധ്യവയസ്ക ഇറങ്ങി വന്നു. ലക്ഷ്മി, മമ്മ എങ്കേ? ഈപ്പച്ചൻ ചോദിച്ചു. മമ്മ പടുത്തുകിറേൻ. പരുവരുത്ത സ്വരമാണ് ആ സ്ത്രീക്ക്. ഉറങ്ങുകയാണോ? തൂങ്കവില്ലേ? ചുമ്മാ പടുത്തിരിക്കെ. റോയ് കുഞ്ഞ് പറഞ്ഞ പെങ്കൊച്ചു വന്നൂന്ന് ഒന്ന് പോയി പറയണമല്ലോ ലക്ഷ്മി. ശരി, അമ്മ കിട്ട ചൊല്ലി തിരുമ്പി വരലാം. ലക്ഷ്മി എമിലിയെ ഒന്നാകപ്പാടെ ഒഴിഞ്ഞു നോക്കിയിട്ട് അകത്തേക്ക് പോയി വാതിലടച്ചു. നേരം നോക്കി ചെന്ന് സംസാരിച്ചില്ലെങ്കിൽ ലക്ഷ്മിക്ക് കോള, ഈപ്പച്ചൻ പറഞ്ഞു. മൂക്കത്ത ശുണ്ടിയും ദേഷ്യവും. റോയ് കുഞ്ഞിന് ആരെയെങ്കിലും പേടിയും വകവപ്പും ഉണ്ടെങ്കിൽ അത് മമ്മായെ മാത്രമാ. ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ ഇപ്പോഴും മകൻ്റെ കരണത്തടിക്കും. ഭർത്താവിൻ്റെ കൊല ചെയ്യിച്ച കരങ്ങളുണ്ടോ മകനെ തല്ലാനറപ്പ്, എമിലി മനസ്സിൽ പറഞ്ഞു. പിന്നെ തനിക്ക് വലിയ ഭയമൊന്നുമില്ലെന്നും കാണിച്ച് ഉദാസീനനായി നിന്നു. ലക്ഷ്മി തിരിച്ചു വരാൻ കുറച്ച് സമയമെടുത്തു. എമിലിക്ക് അക്ഷമ തോന്നി. ഒടുവിൽ വാതിൽ തുറന്നു. ഉള്ള വാങ്കോ, അവർ അകത്തേക്ക് ക്ഷണിച്ചു. ഈപ്പച്ചൻ അകത്തേക്ക് കയറി. പുറകെ എമിലിയും. ഉക്കാറുങ്ക്, മമ്മ ഉടൻ വന്നിരുവേ. ലക്ഷ്മി അകത്തേക്ക് പോയി. തമിഴത്തി. ചേരയാണവരുടെ വേഷം. കറുപ്പ് നിറം. കയ്യിലും കാതിലും കഴുത്തിലും ധാരാളം ആഭരണങ്ങൾ. സ്വർണമോ പിച്ചളയോ? സ്വർണമാകാൻ വഴിയില്ല. അത്രയും സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്ന ഒരുവൾക്ക് വേലക്കാരിയാകേണ്ടി വരില്ല. ഈപ്പച്ചൻ ഇരുന്നില്ല. അതുകൊണ്ട് തന്നെ എമിലിയും. സ്വീകരണമുറി തൻ്റെ വീടിൻ്റെ അത്രയും വലിപ്പമുള്ള 10 വീടുകൾ ഒതുക്കി വയ്ക്കാവുന്നത്ര വലിപ്പമുള്ള ഹാൾ. അലങ്കാരങ്ങളോ? വില കൂടിയ സെറ്റുകളും സോഫകളും. കണ്ണാടി പോലെ തറയിൽ മനോഹരമായ കാർപ്പറ്റ്. ഭിത്തിമേൽ സ്റ്റഫ് ചെയ്ത മൃഗങ്ങൾ മുതൽ മേൽത്തരം പെയിൻറ്റിങ്ങൾ വരെ. മുകളിലേക്ക് ഇരുവശത്തേക്കും തിരിയുന്ന സ്റ്റെയർ കേസിൻ്റെ തിരിവിൻ്റെ നടുവിൽ ക്രോസായി വച്ചിരിക്കുന്ന വലിയ ഇരട്ടക്കുഴൽ തോക്ക് 2 എണ്ണം. മുകളിൽ നിന്നും പങ്കുകൾ, സ്ഫടിക വിളക്കുകൾ. അലങ്കാര വിളക്കുകളുടെ ശോഭയേറ്റ് സ്ഫടികക്കട്ടകൾ 1000 കുഞ്ഞു നക്ഷത്രങ്ങളായി തിളങ്ങുന്നു. എല്ലാം ഒരു വട്ടം നോക്കി ഹൃദ്യസ്ഥമാക്കിയിട്ടും മമ്മ എത്തിയില്ല. ഈപ്പച്ചൻ വിനീതനായി നിൽക്കുകയാണ്. എമിലിക്കുള്ളിൽ അരിശം പൊടിച്ചു. അവൾ ഒരു റൗണ്ട് കൂടി അലങ്കാരങ്ങൾ നോക്കി. അഭയുടെ ഭംഗി കണ്ടു. എമിലി ക്ഷമയോടെ അങ്ങേയറ്റത്തെത്തിപ്പെട്ടപ്പോൾ സ്റ്റെയർ കേസിൻ്റെ വലതുവശത്തു നിന്നും അവർ ഇറങ്ങി വരുന്നത് കണ്ടു. മമ്മ വിന്നി ഫെർണാണ്ടസ്. അവൾ ഒന്ന് തുറിച്ചു നോക്കിപ്പോയി. ചോര വലിച്ചു കുടിക്കുന്ന പിശാചിൻ്റെ രൂപം ഇവർക്കുണ്ടോ? മമ്മ താഴെ എത്തി. എമിലിക്ക് മുമ്പിൽ നിന്നു. മുടിയിൽ നരയുണ്ട്. പക്ഷേ തൻ്റെ മമ്മിയേക്കാൾ പകുതി പ്രായം കുറച്ചേ തോന്നിക്കൂ. വെള്ള ഫ്രെയിമിട്ട കണ്ണട, അതിനുള്ളിൽ തിളങ്ങുന്ന കണ്ണുകൾ, വട്ടമുഖം. സുന്ദരി. മമ്മിയേക്കാൾ സുന്ദരി തന്നെ. ഒരു ശില്പത്തിൻ്റെ ഭംഗി. വളരെ കുറച്ച് ആഭരണങ്ങൾ. കഴുത്തിൽ ഒരു ചെറിയ ചെയിൻ. കാതിൽ മുത്തുപതിപ്പിച്ച കമ്മൽ. കൈന്മേൽ 2ലും ഓരോ വളകൾ. 2 കൈകളിലും ഓരോ മോതിരം. തീർന്നു ആഭരണങ്ങൾ. എല്ലാം കൂടി 4 പവനിലധികം വരില്ലെന്ന് തീർച്ച. ആഭരണത്തിലല്ലോ സ്ഥാനലബ്ധിയും പ്രൗഢിയും. നിറം കുറഞ്ഞ സാരിയാണ് വേഷം. പക്ഷേ മുന്തിയ തരം. 5000-ൽ കൂടുതൽ വില വരുന്ന പട്ട്. മമ്മയുടെ കണ്ണുകൾ എമിലിയെയും ഒന്നൊഴിഞ്ഞു.
അവരുടെ കണ്ണുകൾ എമിലിയുടെ നഖമുന മുതൽ മുടിയിഴ വരെ പരതി നടന്നു. പിന്നെ സെറ്റിന്മേൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, ഇരിക്കൂ. അവർക്കെതിരെ കിടന്ന സെറ്റിമേൽ എമിലി ഇരുന്നു. എയർ ബാഗ് താഴെ കാർപ്പറ്റിൽ വെച്ചു. വാനിറ്റി ബാഗ് മടിയിലും. ഈപ്പച്ചൻ ഇരുന്നില്ല. മാത്രമല്ല, എമിലി ഇരുന്നതും തെറ്റായിപ്പോയി എന്ന ഭാവവും മുഖത്തുണ്ടായി. അവൾ അത് കണ്ടില്ലെന്ന് നടിച്ചു. മുതലാളിച്ചിയുടെ മുമ്പിൽ തൊഴിലാളി ഇരിക്കുമോ? എമിലി പക്ഷേ തൊഴിലാളിയല്ല, പകുതിക്ക് അവകാശക്കാരിയാണ്. റോയിയുടെ അതേ അവകാശമുള്ളവൾ. ഇരുന്നാലെന്താ? എന്താണ് നിന്റെ പേര്? ചോദ്യവും ശബ്ദവും നന്ന്. പക്ഷേ നിന്റെ എന്ന സംബോധന. അവകാശമുണ്ടെന്നത് തൻ്റെ മനസ്സിലിരിപ്പല്ലേ? സത്യത്തിൽ അവർ മുതലാളി, താൻ തൊഴിലാളി തന്നെ. എസ്റ്റേറ്റ് സംസ്കാരം അനുസരിച്ച് നീയെന്നോ എടിയെന്നോ വിളിക്കാം. എമിലി ജോൺസൺ. വീട്ടിലാരൊക്കെയുണ്ട്? മമ്മിയും പപ്പയും മാത്രം. ഇവിടെ വന്നാൽ താമസത്തിന് സൗകര്യമൊന്നുമില്ലെന്ന് ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ അറിഞ്ഞതല്ലേ? ഗൗരവസ്വരം. ഉവ്. പിന്നെന്തിനു വന്നു? ഓർഡർ കിട്ടി. ഇത്രയും ദൂരം നിന്നുള്ള ഒരാൾക്ക് ഓർഡർ അയക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും സൗകര്യമുണ്ടായിരിക്കും എന്ന് കരുതി, എമിലി ധൈര്യമായി പറഞ്ഞു. ഓഹോ. മാത്രമല്ല, അതേക്കുറിച്ച് ഞാൻ ആലോചിക്കാനേ ശ്രമിച്ചില്ല. മമ്മ, അവൾ വിളിച്ചു. ഒരു ജോലിയായിരുന്നു ആവശ്യം. അതിനുള്ള ഓർഡർ കിട്ടിയപ്പോൾ ഒന്നും ചിന്തിച്ചില്ല, ഓർമ്മിപ്പിച്ചില്ല, പോന്നു. ഇവിടെ വന്നു കഴിഞ്ഞാണ് താമസം പ്രോബ്ലമാണെന്ന് ഓർത്തത് തന്നെ. മമ്മ എമിലിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ MD പറഞ്ഞു, ഈ എസ്റ്റേറ്റിൽ ധാരാളം സ്ഥലം മിച്ചമുണ്ട്. ഒരു കുടിൽ കെട്ടിയാൽ താമസിക്കാമെന്ന്. അങ്ങനെയൊരു സൗകര്യം കിട്ടിയാലും മതി മമ്മ. ഓ. മമ്മയുടെ മുഖത്തെ ഗൗരവം മാഞ്ഞു. ഒറ്റയ്ക്ക് ഒരു കുടിൽ കെട്ടി നീ താമസിക്കുമോ? അവർക്കൊരു കൗതുകഭാവം. പിന്നെന്താ? ഒട്ടും ഭയമില്ലേ? എന്തിനു ഭയക്കണം? എസ്റ്റേറ്റിൽ മൃഗങ്ങളുണ്ട്. കേട്ടിട്ടുണ്ട് എസ്റ്റേറ്റുകളെക്കുറിച്ച്. അവർക്കിടയിൽ ജീവന് പോലും വിലയില്ലെന്നറിയാം. പക്ഷേ ജീവിക്കണ്ടേ? അതുകൊണ്ട് ധൈര്യം സംഭരിച്ചിരിക്കുന്നു. മരണം എന്ന് വിധിച്ചിരിക്കുന്നുവോ അതുവരെ ധൈര്യമായി മുന്നോട്ട് പോകുക എന്ന തത്വമാണ് എനിക്കുള്ളത്, എമിലി ഊന്നി പറഞ്ഞു. നീ നന്നായി സംസാരിക്കുന്നു. എമിലി പുഞ്ചിരിച്ചു. കോളേജിൽ ഞാൻ യൂണിയൻ ചെയർപേഴ്സൺ ആയിരുന്നു. പ്രസംഗ മത്സരത്തിന് മിക്കവാറും ഫസ്റ്റ് പ്രൈസ് തന്നെ വാങ്ങാനായിരുന്നു ശ്രമം. ശ്രമിച്ചതേയുള്ളൂ. ശ്രമിച്ചതൊക്കെ വിജയിച്ചിട്ടുണ്ട്. ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് നമ്മൾ പരിശ്രമിച്ചാൽ ആ ലക്ഷ്യം നമുക്ക് നേടാനാവില്ലേ? വിജയിക്കണം എന്ന വാശിയോടെ ഞാൻ പരിശ്രമിക്കാറുള്ളൂ. അവളുടെ സംസാരം കേട്ട് ഈപ്പച്ചൻ പകച്ചു നിന്നു. മമ്മ അവളെ വീണ്ടും നോക്കി. നീ ഓഫീസിൽ പരിചയപ്പെട്ടോ എല്ലാവരെയും? വീണ്ടും ആ സ്വരം ഗൗരവതരമായി. ഉവ്. ഒരു കാര്യം നീ ശ്രദ്ധിച്ചോ? എമിലി നോക്കി. ദിവസവും പോയി വരാവുന്ന ദൂരത്തിലുള്ളവർക്കേ ഇവിടെ ജോലിയുള്ളൂ. അകലെ വീടുള്ളവർ സ്വയം പോംവഴി കണ്ടെത്തുകയും ചെയ്യും. എമിലി മൗനം. ജോലി തന്നിട്ട് താമസസ്ഥലവും ഇതുവരെ ഇവിടെ ആർക്കും ഏർപ്പെടുത്തി കൊടുത്തിട്ടില്ല. ഗൗരവസ്വരമായിരുന്നു അതും. എമിലി മൗനം തന്നെ. മാത്രമല്ല, സ്ത്രീകളായിട്ടുള്ള ജോലിക്കാർക്ക് ഏജ് എബവ് 40 അതും ശ്രദ്ധിച്ചോ? ഉവ്. നീ ബിലോ 30 അവൾ തലയാട്ടി. നിയമങ്ങളെ മറികടന്നാണ് നിന്റെ നിയമനം. എന്താ കാര്യം? ഇത് എങ്ങനെ സാധിച്ചു? ഇത്തവണ തീക്ഷ്ണമായിരുന്നു നോട്ടം. എമിലി ആദ്യമായി ആ സ്ത്രീയെ ഭയന്നു. അതോടെ അവളുടെ ഉള്ളിലുള്ള വെറുപ്പ് ഇരട്ടിച്ചു. എന്താണ് മമ്മ ഉദ്ദേശിക്കുന്നത്? എമിലി ആശങ്കയോടെ ചോദിച്ചു. എസ്റ്റേറ്റിൻ്റെ ഭരണത്തിന് പൊതുവിലൊരു നിയമവലിയുണ്ട്. തലമുറയായി പാലിച്ചു പോരുന്നത്. അത് മറികടന്നൊരു നിയമനം ആദ്യമാണ്, മമ്മ പറഞ്ഞു. പത്രത്തിൽ പരസ്യം വന്നപ്പോൾ ഏജ് ലിമിറ്റ് ഉണ്ടായിരുന്നില്ല, എമിലി പറഞ്ഞു. നിന്നെപ്പോലെ ഒരാൾ സാഹസപ്പെട്ട് ഇറങ്ങുമെന്ന് അവർ കരുതിയിരിക്കില്ല. ഇൻ്റർവ്യൂ ചെയ്തു കഴിഞ്ഞപ്പോൾ നിന്നെ തന്നെ നിയമിക്കണം എന്നവൻ ശാഠ്യം പിടിച്ചു. അതും നീ പ്രതീക്ഷിച്ചു വന്ന വേക്കൻസിക്കപ്പുറത്ത് ഉയർന്ന പോസ്റ്റിൽ. കാരണമാണ് ഞാൻ ചോദിച്ചത്. അന്ന് ഇൻ്റർവ്യൂവിന് വരുമ്പോൾ എമിലി കാരണം ചികഞ്ഞെടുക്കാൻ ശ്രമിച്ചു. ബസ്സിറങ്ങി ഞാൻ നടന്നു വരികയായിരുന്നു. MD എനിക്ക് ലിഫ്റ്റ് തന്നു. MD ആണെന്നറിയാതെ ഞാൻ എൻ്റെ കുടുംബത്തെക്കുറിച്ച് സങ്കടം പറഞ്ഞു. ഒരു ജോലിയുടെ അത്യാവശ്യത്തെക്കുറിച്ച് സങ്കടത്തോടെ അറിയിച്ചു. മാനേജർ മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ സ്വാധീനമുള്ള ഒരു ജോലിക്കാരൻ എന്ന് തെറ്റിദ്ധരിച്ച് MDയോട് ശുപാർശ ചെയ്യണമെന്നും എങ്ങനെയെങ്കിലും ഈ ജോലി എനിക്ക് കിട്ടാൻ സഹായിക്കണമെന്നും ഞാൻ പറഞ്ഞുപോയി. ഒരു പക്ഷേ. എമിലി നിർത്തി. റൈറ്റ്, മമ്മ മെല്ലെ പറഞ്ഞു. സഹാനുഭൂതി. അതാണ് ചട്ടം ലംഘിക്കുവാൻ അവനെ പ്രേരിപ്പിച്ചത് അല്ലേ? മമ്മയുടെ സ്വരം. എമിലി വെറുതെ നോക്കിയിരുന്നു. വല്ലാത്തൊരു ഗൗരവമായിരുന്നു മമ്മയുടെ മുഖത്ത്.
തെല്ലിട ആലോചനാഭാവം കണ്ടു. ഇവിടെ ധാരാളം ഔട്ട് ഹൗസുകളുണ്ട്. എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്കായി തന്നെ വരുന്ന ഗസ്റ്റുകൾക്ക് വേണ്ടിയും മറ്റാവശ്യങ്ങൾക്ക് ഒക്കെയായി പണിതീർത്തവ എസ്റ്റേറ്റിൽ അവിടെ ഇവിടെയായി ചിതറിക്കിടക്കുന്നു. അതിലൊന്നിൻ്റെ താക്കോൽ നിനക്ക് തരാനായി റോയ് പറഞ്ഞത്. മമ്മിയുടെ സ്വരം അത്യന്തം ഗൗരവത്തിലായി. ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഏതെങ്കിലും ഒരു ഔട്ട് ഹൗസിൽ നീ താമസിക്കേണ്ട ഒറ്റയ്ക്ക്. ഇവിടെ ഈ വലിയ കൊട്ടാരത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ്. നിശബ്ദതയുടെ ഭാരം പേറി ഒരുപാട് മുറികൾ കിടക്കുന്നു. അതിലൊന്ന് നിനക്ക് ഉപയോഗിക്കാം. എമിലി കോരി തരിച്ചുപോയി. ഈ വീട്ടിൽ തന്നെ ഒരു മുറി തനിക്ക്? പക്ഷേ ഒരു കണ്ടീഷൻ. നിന്നെക്കുറിച്ച് എനിക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് തെറ്റിയെന്ന് തോന്നുന്ന ആദ്യത്തെ നിമിഷം തന്നെ നിന്നെ ഞാൻ പുറത്താക്കും. ഈ ബംഗ്ലാവിൽ നിന്ന് മാത്രമല്ല, ഈ എസ്റ്റേറ്റിൽ നിന്ന് തന്നെ. ഓർമ്മ വെച്ചോളൂ. തികച്ചും ഗൗരവസ്വരം തന്നെ. തറഞ്ഞ നോട്ടവും. എമിലിയുടെ നെഞ്ചിൽ തീക്കാറ്റ് ആഞ്ഞുവീശി. അധ്യായം 12. ഒരേക്കർ അത്രയും വിസ്തൃതി തോന്നിക്കുന്ന വലിയ ബംഗ്ലാവ്. അതിനുള്ളിൽ ആളനക്കമില്ലാതെ കിടക്കുന്ന എല്ലാ ആധുനിക സൗകര്യങ്ങളും ഇണക്കിയ മുറികൾ. വെളിയിലാണ് ഔട്ട് ഹൗസുകൾ, അതും പല സ്ഥലങ്ങളിലായി. ബംഗ്ലാവിന് ചുറ്റുമായി ഏതാണ്ട് 2 ഏക്കറിലധികം വിസ്തൃതി വരുന്ന പൂന്തോട്ടം. പൂന്തോട്ടം നോക്കാനായി മാത്രം 2 പേർ. ഡ്രൈവർ ഈപ്പച്ചൻ പറഞ്ഞതാണ്. ഒക്കെ പോയി കാണണം. എൻ്റെ കുട്ടി അപാരം തന്നെ. കുട്ടിയുടെ നാക്കും സംസാരവും. മമ്മായുടെ മുഖത്ത് നോക്കി ഇത്രയും സ്ഫുടതയോടെ, ഇത്ര ധൈര്യത്തോടെ ആദ്യമായിട്ടാ ഒരാൾ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നത്. എനിക്ക് പോലും ഇന്ന് വിറയിൽ മാറിയിട്ടില്ല കുട്ടി, ഈപ്പച്ചൻ പറഞ്ഞു. അയാൾക്ക് തന്നോട് വല്ലാത്തൊരു മതിപ്പ് തോന്നിയിട്ടുണ്ടാണെന്ന് തീർച്ച. വെറുതെ ചിരിച്ചുകാട്ടി. ഒക്കെ നിസാരമാണ്. എനിക്ക് അതിശയം അതല്ല കുട്ടി. മമ്മ അതൊക്കെ ക്ഷമിച്ച് മിണ്ടാണ്ടിരുന്നല്ലോ. തന്നെയോ ഒരു പണിക്കാരിക്ക് ഔട്ട് ഹൗസ് പോലും കൊടുക്കുന്നില്ല. പക്ഷേ ഇവിടെ കുട്ടിക്കോ ഈ ബംഗ്ലാവിലൊരു മുറി. ഇതൊരു സംഭവം തന്നെ. എന്തെങ്കിലും ഒന്ന് കാണാണ്ട് മമ്മ ഇങ്ങനെ ചെയ്യൂല, ഈപ്പച്ചൻ തറപ്പിച്ചാണ് പറഞ്ഞത്. എന്താണ് ഉദ്ദേശം? എന്ത് കണ്ടിട്ടാണ്? എമിലി സ്വയം ചോദിച്ചു. തന്നെ മനസ്സിലായിട്ടില്ല. അതിനുള്ള സാധ്യത 0.5% പോലുമില്ല. പിന്നെന്താണ് ഉദ്ദേശം? ആവൂ. എമിലി തനിക്കായി ചൂണ്ടിക്കാട്ടിയ മുറിയാകമാനമൊന്ന് നോക്കി. 3.5 സെൻറ്റിനുള്ളിൽ താൻ ഇതുവരെ താമസിച്ചിരുന്ന ചെറിയ വീട്. അപ്പാടെ ഈ മുറിക്കുള്ളിൽ 2 തവണ എടുത്തു വയ്ക്കാം. എന്തിനാണ് ഒരു മുറിക്ക് ഇത്രയേറെ വിസ്തൃതി? എമിലി അമ്പരന്നു. സിനിമയിൽ കാണുന്നത് പോലെ തന്നെ. ഒരു സൈഡിൽ അലമാര, അതിനപ്പുറത്ത് സെറ്റിയും കസേരകളും, അതിൻ്റെ ഇപ്പുറത്ത് സൈഡിൽ മേശ, കസേര മുതലായവ. ഒരു വശത്ത് വലിയ കർട്ടൻ, അപ്പുറത്തെ മുഷിഞ്ഞ തുണികളിടാൻ സ്റ്റാൻഡ്, അതിനടുത്ത് ഡ്രസ്സിംഗ് ടേബിൾ, പിന്നെ തെല്ല് നീങ്ങി ബെഡ്, എല്ലാറ്റിലും ഭംഗിയുള്ള വിരികൾ, ഡോർ കർട്ടനുകൾ. ഈ മുറിയിലെ തന്നെ അലങ്കാരങ്ങൾക്കും ഉപകരണങ്ങൾക്കും തന്നെ എത്ര വരിയുണ്ടാവും? അമ്പരപ്പ് കൊണ്ട് അവളുടെ കണ്ണു മിഴിഞ്ഞു. ആളനക്കമില്ലാതെ വേസ്റ്റായി കിടന്നിരുന്ന ഈ മുറിയിൽ ഇത്രയും ഒക്കെയുള്ളപ്പോൾ മമ്മായുടെയും റോയ് സാറിൻ്റെയും ഒക്കെ സജീവ സാന്നിധ്യമുള്ള മുറികളിൽ എത്ര ലക്ഷം രൂപയുടെ അലങ്കാരങ്ങളുണ്ടാകും? രൂപയ്ക്ക് എന്താണൊരു ചെലവ്? കോടിക്കണക്കിനല്ലേ കെട്ടിക്കിടക്കുന്നത്. ചിലവഴിക്കാൻ എന്താ മാർഗം? ആകെ 2 പേർ. എന്തുമാത്രം തിന്നാൻ കഴിയും? എത്രമാത്രം ആഭരണങ്ങളോ വസ്ത്രങ്ങളോ വാങ്ങാൻ പറ്റും? പിന്നെയും കിടക്കുകയല്ലേ, പിന്നെയും. അതുകൊണ്ട് വീട് അലങ്കരിക്കാം, ലക്ഷങ്ങൾ കൊണ്ട് തന്നെ അലങ്കരിക്കാം. എമിലി ബാത്റൂമിലേക്ക് പോയി. അവിടെ പോയാലും ഭിത്തിയിലും തറയിലും മുഖം കാണാം, കണ്ണാടിയിലെന്ന പോലെ. ഉപയോഗമില്ലാത്ത റൂമുകളാണെങ്കിലും ദിവസവും ക്ലീൻ ചെയ്യുമായിരിക്കും എന്നൂഹിക്കാം. എന്താ പറ്റാത്തത്? വീട് പണിക്കായി തന്നെ 8-10 പേരുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ദിവസവും പൊടി തുടച്ചും കഴുകിയും വൃത്തിയാക്കുന്നത് എന്തിനാ തടസ്സം? വെളുപ്പിന് വണ്ടിയിൽ കയറിയതാണ്. യാത്ര കഴിഞ്ഞു വന്നതും ഓഫീസിലിരുന്നതും. നന്നേ ക്ഷീണമുണ്ട്. കുളിക്കാം. ബാത്ത് ടബുണ്ട്, ഹാൻഡ് ഷവറുണ്ട്. ഏതുപയോഗിക്കണം? എമിലി തെല്ലിട നോക്കി നിന്നു. പിന്നെ ബാത്ത് ടബ് മതിയെന്ന് വെച്ചു. വസ്ത്രങ്ങൾ അഴിച്ച് ഡബിലേക്ക് കയറി. ആഹാ, താനപ്പോൾ 3.5 സെൻറ്റിനുള്ളിലെ കുടിലിൽ കഴിഞ്ഞിരുന്നവളല്ല. 3000 ഏക്കറിൻ്റെ പകുതിക്ക് അവകാശക്കാരിയാണ്. കുളി ബാത്ത് ടബിൽ കിടന്നു തന്നെ ആയിക്കോട്ടെ. മനസ്സിന് വല്ലാത്തൊരാഹ്ലാദം, അതിലേറെ ലാഘവത്വം. ഉണ്ടായിരുന്ന എല്ലാ സംശയവും ആശങ്കയുമൊക്കെ തീർന്ന പോലെ. എല്ലാറ്റിനെയും നേരിടാമെന്ന തോന്നൽ, ആത്മവിശ്വാസം. പക്ഷേ എങ്ങനെ? അതാലോചിക്കണം, കണ്ടെത്തണം. പതിയെ മതി, വളരെ പതിയെ. അതിനു മുമ്പ് വിശ്വാസം നേടണം എല്ലാവരുടെയും. എന്നിട്ട് കാലുറപ്പിച്ച് ചവിട്ടണം.
ഉറപ്പിച്ച് അതിനുശേഷമേ പ്രവർത്തിക്കാവൂ. ഓരോ ഇഞ്ച് മുന്നോട്ട് വയ്ക്കുന്നതും നല്ലവണ്ണം ആലോചിച്ച് എല്ലാ വശവും ചിന്തിച്ച് ഭവിഷ്യത്തിനെ മുൻകൂട്ടി കണ്ട് നീഴാനുടർച്ച് ആയിരിക്കണം. സമയമുണ്ട്, എല്ലാറ്റിനും സമയമുണ്ട്. എമിലി കുളിച്ചു തോർത്തി കൊണ്ടുവന്നിരുന്ന എയർ ബാഗിൽ നിന്നും ഒരു ഹൗസ് കോട്ട് എടുത്ത് ധരിച്ചു. ഡ്രസ്സിംഗ് ടേബിളിനടുത്ത് നിന്നു. മേക്കപ്പിനുള്ള എല്ലാ കോസ്റ്റ്യൂമുമുണ്ട്. എല്ലാറ്റിൻ്റെയും ഉപയോഗം അറിയില്ലതാനും. അറിയാവുന്നതെടുത്ത് കൺമഷി, പൗഡർ, ഒരു ഡോട്ട് പോലെ ചെറിയൊരു പൊട്ടും തൊട്ടു. മുടി ചീകി വിടർത്തി അറ്റം കെട്ടിയിട്ടു. കുളിയും ഡ്രസ്സിങ്ങും മേക്കപ്പും കഴിഞ്ഞപ്പോൾ വല്ലാതെ വിശപ്പ് അനുഭവപ്പെട്ടു. മമ്മി രാത്രി തന്നെ തയ്യാറാക്കി പൊതിഞ്ഞു തന്നിരുന്ന ചോറ് ഉച്ചയ്ക്ക് കഴിച്ചതാണ്. അച്ചാറും ചമ്മന്തിയുമായിരുന്നു വിഭവങ്ങൾ. എന്നാലും എത്ര രുചികരമായി കഴിച്ചു. ഇപ്പോഴും മമ്മി എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചു കാത്തിരിക്കുകയാവും. താൻ തിരിച്ചു ചെല്ലുമെന്ന് കരുതി. തിരിച്ചു ചെല്ലുന്നതാണ് മമ്മിക്ക് ആശ്വാസം. പപ്പയ്ക്കും ഇവിടെ ശരിയല്ലെന്ന് തോന്നിയാൽ, തിരിച്ചു ചെല്ലാമെന്ന് തോന്നിയാൽ തിരിച്ചു ചെല്ലുമെന്ന് താൻ പപ്പയോടും പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും തീർച്ചയുണ്ടായിരുന്നു താൻ ഉടനെ തിരിച്ചു ചെല്ലാൻ ഉദ്ദേശിക്കുന്നതേയില്ലെന്ന്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം വിശപ്പാണ്. എന്തു ചെയ്യും? ഇവിടെ താമസിക്കാൻ പറഞ്ഞു. ആഹാരത്തിൻ്റെ കാര്യം പറഞ്ഞില്ല, താൻ ചോദിച്ചുമില്ല. സെൽഫ് കുക്കിംഗ് ആയിരിക്കുമോ? ഈ മനോഹരമായ മുറിയിൽ കുക്കിങ്ങോ? സ്റ്റൗവിൻ്റെയും കരിയുടെയും പുകയും മണവും ആവിയും. പിന്നെന്താ വഴി? ആരോട് ചോദിക്കും? എമിലി മുറിക്കുള്ളിലൂടെ വട്ടം ചുറ്റി നടന്നു. വിശപ്പ് തോന്നിയതുകൊണ്ടാവും, അല്ലെങ്കിൽ ഒന്നും കഴിക്കാൻ കിട്ടുന്നില്ലല്ലോ എന്ന തോന്നലുകൊണ്ടാവും. വയറു കത്തുന്ന വിശപ്പ് ഒന്നിനൊന്ന് അധികരിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വാതിക്കൽ കാൽപ്പെരുമാറ്റം. ഡോർ കർട്ടൻ തെല്ലുമാറ്റി. മധ്യവയസ്കയായ ഒരു സ്ത്രീ പറഞ്ഞു, കാപ്പി താഴെ എടുത്തു വച്ചിരിക്കുന്നു. കുഞ്ഞു വന്നോളൂ. പണിക്കാരത്തിയാകും കുഞ്ഞു എന്ന് ഈപ്പച്ചൻ റോയ് സാറിനെക്കുറിച്ച് പറഞ്ഞ സംബോധന ഓർത്തു. റോയ് കുഞ്ഞ്. ഇപ്പോൾ തന്നെയും ഇതാ ഇവിടുത്തെ പണിക്കാരി വിളിക്കുന്നു കുഞ്ഞ് എന്ന്. റോയ്ക്ക് സമ്മാണ് താനും. അതോർത്ത് വെറുതെ ചിരിച്ചു. മുറിക്ക് പുറത്തിറങ്ങി. പിന്നെ നടന്നു. താഴെ കാപ്പി എടുത്തു വച്ചിരിക്കുന്നു. താഴെ എവിടെയാണ്? അടുക്കള ഭാഗം എവിടെയാണ്? ചോദിക്കേണ്ടതായിരുന്നു വന്ന സ്ത്രീയോട്. അതോർത്തില്ല. മെല്ലെ നടന്നു. നീണ്ട വരാന്തകൾ, നീണ്ട ഇടനാഴികൾ, അടഞ്ഞുകിടക്കുന്ന മുറികൾ, ഹാളുകൾ. ഒടുവിലെത്തി ഒരു വലിയ ഹാൾ. 50 സീറ്റെങ്കിലുമുള്ള ഡൈനിങ് ടേബിൾ. പക്ഷേ അവിടെ ആരുമില്ല. കാപ്പി എടുത്ത് വെച്ചിട്ടുമില്ല. മറ്റൊരു ഇടനാഴി കടന്നു. ഡൈനിങ് ഹാൾ കണ്ടതുകൊണ്ട് ആശ്വാസമായി. അതിനടുത്തായിരിക്കുമല്ലോ കിച്ചൺ. ഇടനാഴി കടന്നു ചെല്ലുമ്പോൾ കണ്ടു വീണ്ടും ഒരു ഡൈനിങ് ഹാൾ. 10 സീറ്റുള്ള ഡൈനിങ് ടേബിൾ. പക്ഷേ അവിടെ എടുത്തു വച്ച കാപ്പി കണ്ടില്ല. അടുത്ത വരാന്തയ്ക്കപ്പുറം കണ്ടു മറ്റൊരു ഡൈനിങ് റൂം. ടേബിളും 10-12 സീറ്റുണ്ട്. പക്ഷേ ആദ്യം കണ്ട 2 ഡൈനിങ് ഹാൾ പോലെ മനോഹരമല്ല ആ റൂം. വില കൂടിയ ഉപകരണങ്ങളോ ചിത്രപ്പണികൾ ചെയ്ത് മോടി പിടിപ്പിച്ച മേശയോ സോഫയോ ഇല്ല. ഭംഗിയിൽ മൈക്ക ഒട്ടിച്ച ടേബിളും സാധാരണ കസേരകളും. ആ സാധാരണ മേശയ്ക്ക് മുകളിൽ ആഹാരം എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. 1-2 പേർ ഇരുന്നു കഴിക്കുന്നു. അവർ പണിക്കാരികളാണ്. വന്നോളൂ കുട്ടി, ഇരിക്കൂ, ഒരു സ്ത്രീ സ്വാഗതം ചെയ്തു. ഈ വീടിന് തന്നെ എത്ര ഡൈനിങ് ഹാൾ? അല്ലെങ്കിൽ ഇതൊരു വീടാണോ? കൊട്ടാരമല്ലേ? അവർക്കൊപ്പം ഒരു കസേരയിലിരുന്നു. ചൂട് ഇടിയപ്പവും കോഴിക്കറിയും വിഭവം. പഴം പുഴുങ്ങിയതുണ്ട്. മാമ്പഴം തൊലി കളഞ്ഞ് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയതുണ്ട്. ഏത് വേണമെങ്കിലും കഴിക്കാം. മമ്മായും മകനും കഴിക്കുന്ന സ്ഥലമാണ് അടുത്ത ഡൈനിങ് ഹാൾ. ചെറിയ ഫംഗ്ഷൻ നടക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ് വലിയ ഡൈനിങ് ഹാൾ. ഇത് പണിക്കാർക്ക് വേണ്ടിയുള്ള ഡൈനിങ് ഹാൾ. അവരുടെ സംഭാഷണത്തിൽ നിന്ന് ചോർത്തിയതാണ്. പണിക്കാർക്കൊപ്പം താനും. അതെ, താൻ ഇവിടുത്തെ MD-യുടെ PA ആണ്. പണിക്കാരി തന്നെ. ഇവിടെ നിന്നാണ് കുട്ടിക്ക് ആഹാരമെല്ലാം, മമ്മ പറഞ്ഞു. പണിക്കാരികൾ ഒരാളായ ത്രേസ്യ പറഞ്ഞു. കഴിക്കാറായാൽ ഇങ്ങോട്ട് നേരെ പോന്നോണ്ടാ മതി. എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഉണ്ടാക്കിത്തരാം. മമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓ, മമ്മ തൻ്റെ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടത്രേ. എന്തിന്? താൻ ഈ എസ്റ്റേറ്റിലെ വെറും പണിക്കാരിയല്ലേ? എമിലി കുഞ്ഞിന് ആരൊക്കെയുണ്ട് വീട്ടിൽ? മാധവി ചോദിച്ചു. അവൾ വീടിനെക്കുറിച്ചും മമ്മിയെയും പപ്പായെയും കുറിച്ചും പറഞ്ഞു. വീട്ടിലെ ദാരിദ്ര്യം മറച്ചു വെച്ചു. അതവർ അറിയണ്ട. തനിക്ക് അവർ തന്നിട്ടുള്ള വില ദാരിദ്ര്യം വെളിപ്പെടുത്തി കളയണ്ട. പണിക്കാരെ എല്ലാവരെയും പരിചയപ്പെട്ടു. മൊത്തം 11 വീട്ടുപണിക്കാരുണ്ട്.
പുറംപണിക്കാർ വേറെ 2 പേരും, ഗാർഡനേഴ്സ് 2 പേരുണ്ട്, ഡ്രൈവർമാർ 2 പേരുണ്ട്. ഇത്രയും പേർ വീടിനെ ചുറ്റിപ്പറ്റി മാത്രമുള്ള പണിക്കായി നിയമിക്കപ്പെട്ടവരാണ്. എമിലി ഉള്ളാലെ പറഞ്ഞു. ഇത്രയും പേരെങ്കിലും വേണം, അല്ലെങ്കിൽ ഇത്രയും വലിയ വീടും പരിസരവും പൂന്തോട്ടവും എങ്ങനെ ഇത്രയും ഭംഗിയായും വൃത്തിയായും സൂക്ഷിക്കും? തിരിച്ചു മുറിയിൽ ചെല്ലുമ്പോൾ ആദ്യം തനിക്കും ഈപ്പച്ചനും തുറന്നു തന്ന ലക്ഷ്മിയുണ്ട്. അതിനുള്ളിൽ കയ്യിൽ ഒരടക്കം തുണിത്തരങ്ങളും. ഇത്ര ഡ്രസ്സുകൾ ധരിച്ചാൽ പോതുമെന്ന് മമ്മ ചൊല്ലിയാച്ച്. ഇന്ത വീട്ടിൽ അന്തമാതിരി വില കുറഞ്ഞ ഡ്രസ്സ് വേണ്ടാന്ന് ചൊല്ലി. ലക്ഷ്മി എമിലി ധരിച്ചിരിക്കുന്ന ഡ്രസ്സിലേക്ക് നോക്കി ചൂണ്ടിക്കാട്ടി. അവൾക്ക് വല്ലാത്ത ജാള്യത തോന്നി. പപ്പ വാങ്ങിത്തന്ന ഡ്രസ്സുകളാണ്. അതിനെ മുമ്പിൽ നിന്ന് ഒരുത്തി ആക്ഷേപിക്കുന്നു. അതും ഒരു വീട്ടുപണിക്കാരി. ലക്ഷ്മി തുണിത്തരങ്ങൾ മേശമേൽ വെച്ചു. പിന്നെ സൈഡിലെ ഷെൽഫ് തുറന്ന് ഒന്നൊന്നായി അടുക്കി വെച്ചു. ചിലത് പൊട്ടിക്കാത്ത പാക്കറ്റുകൾ തന്നെ. ഒന്നവൾ എമിലിക്ക് നീട്ടി. അന്ത ഉടുപ്പ് കിഴിച്ചിട്ട് ഇന്ത ഗൺ പോട്ട് നല്ല ഇருக்கு മമ്മ ഉനക്ക്. എമിലി അത് കൈനീട്ടി വാങ്ങി. ലക്ഷ്മി പുഞ്ചിരിയോടെ പുറത്തിറങ്ങി. എമിലി കൈയിരിക്കുന്ന ഹൗസ് കോട്ടിലേക്കും ധരിച്ചിരിക്കുന്ന ഹൗസ് കോട്ടിലേക്കും നോക്കി. എന്തന്തരം, ഭംഗിയിൽ, വിലയിൽ. ധരിച്ചിരിക്കുന്നത് പപ്പായുടെ വിയർപ്പിൻ്റെ വിലയുള്ളത് ഔദാര്യം. കയ്യിലിരിക്കുന്നതോ കോടുകളിൽ ഒരംശം, അവകാശപ്പെട്ടതും. പഴയതല്ല, മമ്മയുടെ അളവിലുള്ളതുമല്ല, തനിക്ക് വേണ്ടി പറഞ്ഞു വാങ്ങിയതുപോലെ. അതേ സൈസ്. പപ്പായുടേതൂരി അവകാശപ്പെട്ടത് ധരിച്ചു. ശരിയാണ്, ഈ വീട്ടിൽ ഈ മുറിയിൽ നിൽക്കുമ്പോൾ ഈ ഡ്രസ്സേ ചേരൂ. അന്നു തന്നെ എമിലി വീട്ടിലേക്ക് എഴുതി. എനിക്ക് സുഖമാണ് പപ്പ. നല്ല സ്ഥലം, നല്ല ജോലി, നല്ല ആൾക്കാർ, നല്ല താമസ സൗകര്യം, നല്ല ഭക്ഷണം. ഞാൻ ഇവിടെ തന്നെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നു. എനിക്കിവിടം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട്. ഊറിയ ചിരിയോടെ എമിലി ആ കത്ത് പോസ്റ്റ് ബോക്സിലേക്കിട്ടു. അധ്യായം 13. വൈകിട്ട് ആഹാരം കഴിക്കുമ്പോഴോ രാത്രിയിലോ പുലർച്ചെയിലോ ഒന്നും എമിലി മമ്മയെ പിന്നെ കണ്ടില്ല. റോയിയെയും കണ്ടില്ല. ഈ വലിയ വീടിൻ്റെ ഏതോ അറ്റത്ത് അവരുണ്ടാകാം. ഏതറ്റത്താണ് എന്നെങ്ങനെ കണ്ടുപിടിക്കും? തെല്ല് ഭയത്തോടെ അവൾ ഓർക്കുകയും ചെയ്തു. ഒരറ്റത്ത് ഒരു കൊല നടന്നാലും മറ്റേ അറ്റത്ത് അതറിഞ്ഞുവെന്ന് വരില്ല. അവൾ ആഗ്രഹിച്ചു. 3 സെന്റിനുള്ളിലെ ചെറിയ വീടിൻ്റെ ഇടുങ്ങിയ മുറിയിൽ ആളനക്കമുണ്ടായിരുന്നു. ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല. മമ്മിയുടെ സാമീപ്യം, ശ്വാസനാളം, ശബ്ദം, അതെപ്പോഴും തനിക്ക് ചുറ്റും രക്ഷാവലയം സൃഷ്ടിച്ചിരുന്നു. രാത്രിയിൽ ലക്ക് കെട്ടാണ് പപ്പ വരുന്നതെങ്കിലും ആ സാമീപ്യവും തനിക്ക് സുരക്ഷയായിരുന്നു. എന്നാൽ ഇന്നോ അടച്ചുറപ്പുള്ള ഈ വലിയ വീട്ടിൽ ഒറ്റപ്പെട്ടതുപോലെ, സുരക്ഷിതയല്ലാത്തതുപോലെ. ഏകാന്തതയുടെ മടുപ്പ് പുലരുവോളം അറിഞ്ഞു. രാവിലെ കുളിച്ച് ആഹാരം കഴിച്ച് എമിലി ഒരുങ്ങിയിറങ്ങി. എവിടേക്ക് പോകാൻ ഒരുങ്ങിയാലും ഇപ്പോഴും മമ്മി കൂടെ നിൽക്കും. ചിലപ്പോൾ മുടി പിന്നിത്തരും, വസ്ത്രങ്ങൾ നേരെ പിടിച്ചിട്ട് തരും, സാരി ഉടുക്കുമ്പോൾ ഞൊറിവ് ശരിയാക്കി തരും, പോകാനിറങ്ങുമ്പോൾ പിന്നാലെ വാതിലെത്തിക്കും. പോയി വരട്ടെ എന്ന് യാത്ര പറഞ്ഞിറങ്ങാം. പക്ഷേ ഇവിടെ ആരുമില്ല. തന്നെ യാത്രയാക്കാനോ തനിക്ക് യാത്ര പറയാനോ ആരുമില്ല. വല്ലാത്തൊരന്തരീക്ഷം. ഇവിടെയുള്ളവർ എങ്ങനെ കഴിയുന്നു? ഒരു ദിവസം കൊണ്ട് തന്നെ എമിലി ആകെ മടുത്തു. 3.5 സെന്റിനുള്ളിലെ വീടാണ് നല്ലത്. ഇവിടെ പപ്പയുടെ ഈ വലിയ വീട് തനിക്ക് വല്ലാതെ അധികമായി തോന്നുന്നു. ഇവിടെ നിശബ്ദയാണെപ്പോഴും, മരണത്തിൻ്റെ നിശബ്ദത. 23 വർഷം മുമ്പ് വിധവയായ ഈ സ്ത്രീ, സ്വയം വിധവയായതല്ലല്ലോ. എന്നാലും ഈ സ്ത്രീ വീണ്ടും വിവാഹം കഴിച്ചിട്ടില്ല എന്നുണ്ടോ? മക്കളുണ്ടായിട്ടില്ല എന്നുണ്ടോ? എമിലി നടക്കുകയാണ്. പാതിയുടെ ഇരുവശവും പൂന്തോട്ടമാണ്. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്നു. എണ്ണിയാലൊടുങ്ങാത്ത തരം പൂക്കളുണ്ട്. പൂക്കളുടെ സൗരഭ്യം വഹിച്ചെത്തുന്ന ഹൃദ്യമായ കാറ്റ്. കാറ്റിൽ തലപ്പും പൂക്കളും, നിർവൃതിയോടെ കുണുങ്ങുന്ന ചെടികൾ, 1000 നിറഭേദങ്ങൾ. കണ്ണുകൾ അപ്പാടെ അവിടെ തറഞ്ഞു നിന്നു പോകുന്നു. എത്ര ഭംഗിയായും സൂക്ഷ്മമായുമാണ് ഈ പൂന്തോട്ടം പ്ലാൻ ചെയ്തിരിക്കുന്നത്. മരിക്കുന്നത് മുമ്പ് പപ്പയാണോ, അതോ വിന്നി ഫെർണാണ്ടസോ, അതോ റോയി ഫെർണാണ്ടസോ? ആരായാലും ആരാധിക്കപ്പെടേണ്ട കലാഹൃദയം ആളിനുണ്ട്, അത് തീർച്ച. എമിലി നടക്കുകയാണ്. പൂന്തോട്ടത്തിൻ്റെ മതിൽക്കെട്ട് കഴിഞ്ഞ് എസ്റ്റേറ്റ് റോഡിലൂടെ, തേയിലച്ചെടികൾക്ക് നടുവിലൂടെ. കൊളുന്തെടുക്കുന്നവർ പരസ്പരം കലവില കൂട്ടുന്നു. ഇടയ്ക്ക് എമിലിയെ നോക്കി പരസ്പരം പറയുന്നു, ചിരിക്കുന്നു.
കൂടുതലും തമിഴ് ചുവയുള്ള സംസാരമാണ് കേട്ടത്. രാവിലെ ഇളവെയിലത്ത് ആ നടപ്പ് അതീവ ഹൃദ്യതയോടെയാണ് എമിലി ആസ്വദിച്ചത്. നേരിയ കാറ്റ്. കാറ്റിൽ പപ്പയുടെ അറിയപ്പെടാത്ത വിയർപ്പ് ഗന്ധമുണ്ടോ? നിശ്വാസമുണ്ടോ? മാരിമുത്തേ എന്ന വിളിയുണ്ടോ? കയറ്റവും ഇറക്കവും വഴിയാണ്. കൂടുതലും കയറ്റം തന്നെ. മെല്ലെ നടന്നു തന്നെ എമിലി ഓഫീസിലെത്തി. 10 മുമ്പ് തന്നെ. ജോലിക്കാരിൽ പലരും വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. സരസ്വതി അമ്മാൾ അമ്പരപ്പോടെ എമിലിയെ സമീപിച്ചു. അടടാ, എന്നെ അത്ഭുതം! മമ്മ ബംഗ്ലാവിൽ എമിലിക്ക് താമസം കിടച്ചത്. മമ്മായി എങ്ങനെ പാട്ടിലാക്കി? ശരിക്കും അത്ഭുതം തന്നെ. രഘുവും അരുണും എമിലിക്ക് മുമ്പിലെത്തി. ഗസ്റ്റുകളെപ്പോലെ ആ ബംഗ്ലാവിൽ പാർപ്പിക്കാറില്ലെന്നതാണ് കേട്ടറിവ്. എമിലി മിണ്ടിയില്ല, ഒന്നും വിശദീകരിച്ചില്ല, വെറുതെ ചിരിച്ചുകാട്ടി. എങ്കിലും അവർക്ക് മുമ്പിൽ ഒരത്ഭുത വസ്തുവായി തന്നെ എമിലി നിന്നു. അവർക്കത് നന്നേ ഇഷ്ടപ്പെട്ടു. അത്ഭുത വസ്തുവായി ഇവർക്ക് മുമ്പിൽ അവതരിക്കാൻ കഴിഞ്ഞല്ലോ. കൊള്ളാം, നന്നായി. അന്ന് എമിലി ജോലി പഠിക്കുകയായിരുന്നു. ഫയലുകളും അക്കൗണ്ടുകളുമൊക്കെ നോക്കി. വൈകുന്നേരം നടന്നു തന്നെ അവൾ ബംഗ്ലാവിൽ തിരിച്ചെത്തി. ധൃതിയിൽ കുളിച്ച് വസ്ത്രം ധരിച്ച അവർ പണിക്കാർക്കുള്ള ഡൈനിങ് റൂമിലെത്തി. ഇന്നത്തെ വിഭവം പാലപ്പവും മുട്ടയുമാണ്. ആപ്പിളും മുന്തിരിയും പഴങ്ങളുമായി മുന്നിലുണ്ട്. ആഹാരത്തിനു ശേഷം പുറത്തിറങ്ങുമ്പോൾ ലക്ഷ്മി അറിയിച്ചു, മമ്മ കൂപ്പിട്ടാങ്ക. മാടിയിൽ വരാന്തയ്ക്കപ്പുറം ഹാളിൽ പടുത്തിരിപ്പേ. എമിലി മെല്ലെ മുകളിലേക്ക് കയറി വരാന്തയിലൂടെ നടന്ന് ഹാളിലെത്തി. അതിമനോഹരമായ പെയിൻറ്റിംഗ് കൊണ്ടും ഭംഗിയുള്ള പ്രതിമകളും പൂക്കളും ഒക്കെ കൊണ്ട് അലങ്കരിച്ച ഹാൾ. മനോഹരമായ കാർപ്പറ്റാണ് ആദ്യം ശ്രദ്ധിച്ചത്. നടുവിലെ ഊഞ്ഞാൽ കസേരയിൽ പ്രൗഢഗംഭീരമായി മമ്മ. ഇന്നവർ ഇളം മഞ്ഞ നിറമുള്ള സാരിയാണ് ധരിച്ചിരിക്കുന്നത്. ആ നിറം അവർക്ക് നന്നായി ഇണങ്ങുന്നു. ഞാൻ ഇന്നലെ കൊടുത്തയച്ച ഡ്രസ്സുകൾ പാകമായിരുന്നില്ലേ? ഗൗരവമായ ചോദ്യം. അതെ, ഭവ്യമായി അവൾ പറഞ്ഞു. എല്ലാം പാകം. എനിക്കായി എൻ്റെ അളവ് പറഞ്ഞു വാങ്ങിയതുപോലെ. ഇരിക്കാൻ പറഞ്ഞില്ല എന്നവൾ ഓർത്തു. മമ്മായുടെ ഗൗരവത്തിനപ്പുറത്ത് ഒരു ചിരിയുടെ നേർത്ത നിഴൽ വീശിയോ? പിന്നെന്തേ ഇന്ന് അത് ധരിക്കാതെ പോയി ഓഫീസിലേക്ക്? അത് ഈ വീട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ വില കുറഞ്ഞ ഡ്രസ്സ് ചേരില്ലെന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. വെളിയിലേക്ക് പോകുമ്പോൾ എൻ്റെ ഡ്രസ്സിന് എന്താ കുഴപ്പം? എമിലി ഒന്നും ചമ്മാതെ പറഞ്ഞു. ഞാൻ പോരുമ്പോൾ എനിക്കായി എൻ്റെ പപ്പ വാങ്ങിത്തന്ന ഡ്രസ്സുകളാണത്. ഇനിയും 4-5 മാസം കഷ്ടപ്പെട്ടാലേ പപ്പയ്ക്ക് അതിൻ്റെ കടം വീട്ടാനാകൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിലയുള്ള ഡ്രസ്സുകളാണത്. എനിക്കവ ഉപേക്ഷിക്കാനാവില്ല. ഓ, നിന്റെ പപ്പ ഒരുപാട് സ്നേഹമുള്ളയാളാണ് അല്ലേ? എല്ലാ പപ്പമാരും അങ്ങനെയല്ലേ? മക്കളോട് സ്നേഹമുണ്ടാകില്ലേ? ഉണ്ടാകും. എല്ലാ മക്കളോടും സ്നേഹമുണ്ടാവും, ഷുവർ. മമ്മ പറഞ്ഞു. എനിക്ക് പെൺമക്കളില്ല. നിന്നെ കണ്ടപ്പോൾ കുറച്ച് ഡ്രസ്സ് വാങ്ങിത്തരണമെന്ന് തോന്നി, വാങ്ങി. നിനക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം ധരിച്ചാൽ മതി. ശരി, എമിലി ഭവ്യതയോടെ പറഞ്ഞു. നിനക്ക് ഔട്ട് ഹൗസ് തരാതെ ഇവിടെ തന്നെ താമസിപ്പിച്ചത് എന്തിനെന്നറിയുമോ? ഇല്ലെന്നവൾ തലയാട്ടി. ഞാൻ ഈ വലിയ ബംഗ്ലാവിൽ ഒരു തടവുകാരിയാണ്, ഏകാന്തതയുടെ തടവുകാരി. വർഷങ്ങളായി. നിനക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആകാം. എന്തേ? വൈ നോട്ട്? എമിലി പെട്ടെന്ന് പറഞ്ഞു. ഇറ്റ്സ് വെരി പ്ലഷർ ടു മീ. ഷുവർ, താങ്ക് യു. മമ്മ പുഞ്ചിരിച്ചു. പോയിക്കോളൂ. എമിലി ഒരു നിമിഷം ശങ്കിച്ചു നിന്നു. പിന്നെയേ പോന്നുള്ളൂ. വൈകിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൾ ഓർത്തു, മമ്മ ഭയപ്പെടേണ്ടുന്ന ഒരു സ്ത്രീയാണോ? അതോ അവരെ ഫ്രണ്ടായി കൂട്ടാമോ? ഏകാന്തതയുടെ തടവുകാരിയാണത്രേ വർഷങ്ങളായി. അറിയാം, കൃത്യമായിട്ടറിയാം. 23 വർഷങ്ങളായിട്ട് തടങ്കലിലാണ്. ഒരു കാര്യം തീർച്ചയായി, പപ്പായെ കൊലപ്പെടുത്തിയില്ലെങ്കിലും മമ്മ പിന്നെ വിവാഹിതയായിട്ടില്ല. അതാണ് ഏകാന്തതയുടെ തടവറയിലായി പോയത്. ജനിച്ച മകനായിപ്പോയി. ഒരു പരിധി പ്രായം കഴിഞ്ഞാൽ ആൺമക്കൾ മമ്മയ്ക്ക് കൂട്ടാവില്ല. അവർക്ക് അവരുടെ വഴി. പെൺമക്കളായാൽ അമ്മയ്ക്ക് കൂട്ടുതേടാം, തുറന്ന് സംസാരിക്കാം. ഒരു പക്ഷേ ഒരു മകളുടെ സ്ഥാനത്താണോ അവർ തന്നെ കാണുന്നത്? എന്തൊരു വിധിവൈപരീത്യം! അവരറിയാതെ തന്നെ അവരുടെ മകളാകുക, സ്നേഹം പിടിച്ചു പറ്റുക, സ്വാതന്ത്ര്യം പിടിച്ചു പറ്റുക, ഒടുവിൽ അധികാരം പിടിച്ചു പറ്റണം. എമിലി ചിരിച്ചുപോയി. മമ്മായുടെ സ്ഥാനത്ത് താനിരിക്കുക, തനിക്ക് മുമ്പിൽ അവർ ഭവ്യതയോടെ നിൽക്കുക,
താൻ അധികാരത്തോടെ ചോദിക്കും പപ്പയെക്കുറിച്ച്, പപ്പയുടെ മരണത്തെക്കുറിച്ച്. ഒടുവിലെല്ലാം പറയിപ്പിക്കണം. എന്നിട്ടോ 2 കൈയിലും വിലങ്ങ് വെച്ച് ഈ എസ്റ്റേറ്റ് റോഡിലൂടെ നടത്തിക്കൊണ്ടു പോകണം. കഴിയുമെങ്കിൽ ഒരു ബാനർ മുമ്പിൽ വേണം, ഭർത്തഘാതകി എന്ന്. എൻ്റെ ഭർത്താവിനെ ഞാൻ തന്നെയാണ് കൊന്നത് 23 വർഷങ്ങൾക്ക് മുമ്പ് എന്ന മുദ്രാവാക്യവും വിളിപ്പിച്ചാൽ ഏറ്റവും നന്ന്. എന്നാലേ തൻ്റെ മനസ്സടങ്ങൂ. അതിനുള്ള ആദ്യപടിയായിരിക്കണം ഫ്രണ്ട്ഷിപ്പ്. പക്ഷേ ഫ്രണ്ട്ഷിപ്പ് വേണം എന്ന് പറഞ്ഞതല്ലാതെ മമ്മ ഒരിക്കലും അവളെ ഫ്രണ്ട്ഷിപ്പിനായി വിളിച്ചില്ല, ഒപ്പം കൂട്ടിയതുമില്ല. അവർ അവരുടെ ഏകാന്തതയിൽ തന്നെ സ്വയം തടവറ തീർത്തിരിക്കുകയാണോ? കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എമിലി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. 3000 ഏക്കർ സ്ഥലത്തെ ആദായം കൊണ്ട് ഒതുങ്ങുന്ന സമ്പത്തല്ല ഹിൽവാലിക്കുള്ളത്. അതിനുള്ളിൽ തന്നെ തേയില ഫാക്ടറിയും കാപ്പി ഫാക്ടറിയുമുണ്ട്, ഏലക്ക എക്സ്പോർട്ടിങ്ങുമുണ്ട്. ഹിൽവാലി കൂടാതെ മറ്റൊരു എസ്റ്റേറ്റ് കൂടിയുണ്ട്, അതിൽ റബ്ബറാണ് കൃഷി. ആ എസ്റ്റേറ്റിനുള്ളിൽ ഒരു ക്രീപ്പ് മില്ലുണ്ട്, കൂടെ മറ്റൊരു ഫാക്ടറിയുമുണ്ട്. കയ്യുറകളും വിരലുറകളും മുതൽ റബ്ബർ ബാൻഡ് വരെ നിർമ്മിക്കുന്നു അവിടെ. ഇത്രയും വലിയ ഏരിയയിലെ ആദായങ്ങളും ഫാക്ടറികളിലെ കണക്കുകളും നോക്കാനാണ് ഇത്രയധികം ക്ലർക്കുമാരും മറ്റ് ഉദ്യോഗസ്ഥരും എന്നവൾ മനസ്സിലാക്കി. ഓരോ കമ്പനികളിലും സൂപ്പർവൈസർമാരും സൂപ്രണ്ടുമാരും ഓരോ ക്ലർക്കുമാരും വേറെയുണ്ട്. എല്ലാറ്റിൻ്റെയും ഹെഡ് ഓഫീസാണിത്. എല്ലായിടങ്ങളിലും ഓടി നടന്ന് റോയ് ഫെർണാണ്ടസ് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ഓ, എമിലിക്ക് തല കറങ്ങി. എത്രമാത്രം സ്വത്തുക്കൾ! എല്ലാറ്റിൻ്റെയും പാതി തനിക്കുള്ളതാണോ? ആണോ? ചോദ്യം മനസ്സിലേ ഒതുങ്ങാവൂ. പുറത്തേക്ക് ഒരക്ഷരം പോലും വിട്ടുകൂടാ. വിട്ടാൽ കഴുത്തിന് മുകളിൽ തല കാണില്ല, അത് തീർച്ച. മാസത്തിൻ്റെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് എമിലി ജോയിൻ ചെയ്തത്. എന്നാലും 1-ാം തീയതി അവൾക്ക് ശമ്പളം കിട്ടി. ആദ്യത്തെ ശമ്പളം. അവകാശപ്പെട്ട പണം ശമ്പളമായി കയ്യിൽ കിട്ടിയപ്പോൾ കണ്ണുകൾ തുളുമ്പിപ്പോയി. പിന്നെ വന്ന ശനിയാഴ്ച സൂപ്രണ്ട് ദിവാകരനോട് കാര്യം പറഞ്ഞു ലീവെടുത്ത് രാവിലെ തന്നെ പുറപ്പെട്ടു. ടൗണിൽ ചെന്ന് മമ്മിക്ക് ഒരു നല്ല സാരി വാങ്ങി, പപ്പായ്ക്ക് ഷർട്ടും മുണ്ടും, പിന്നെ കുറേ പലഹാരങ്ങൾ. വീടിനടുത്തുള്ള സ്റ്റോപ്പിൽ ബസ് ഇറങ്ങുമ്പോൾ മനസ്സ് വല്ലാതെ കുതികുത്തി. ഉദ്യോഗസ്ഥയായി ആദ്യ ശമ്പളവുമായി വീട്ടിലെത്തുക, എത്രയോ കാലത്തെ സ്വപ്നം. ആ സ്വപ്നമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. ചെല്ലുമ്പോഴോ മമ്മി ശ്വാസം കിട്ടാതെ പിടയുന്നു. പപ്പ അരികിലിരിക്കുന്നു, തടവുന്നു. എല്ലാ ആഹ്ലാദവും പോയി. മമ്മി, എമിലി കരഞ്ഞുപോയി. ജോൺസൺ തിരിഞ്ഞു നോക്കി. അയാളുടെ കണ്ണുകൾ തിളങ്ങി. മേരി, ദാ മോള് വന്നു, നോക്കൂ. വലിക്കുന്നതിനിടയിലും മേരിയുടെ കണ്ണുകൾ എമിലിയിൽ തങ്ങി. ആ കണ്ണുകളിലും തിളക്കം മുറ്റി. അവൾ അരികിലിരുന്നു, നെഞ്ചിലും കഴുത്തിലും തലോടി. മമ്മി എങ്ങനെയുണ്ട്? രാവിലെ ആരംഭിച്ചതാ മോളെ, ജോൺസൺ പറഞ്ഞു. പറഞ്ഞാൽ കേൾക്കണ്ടയോ? എപ്പോഴും കരച്ചിലും പിഴിച്ചിലും ഓർമ്മയും ഇരിപ്പും. എന്നെക്കുറിച്ചാണ്. നീയാണ് രോഗകാരണം. മമ്മി ഒട്ടും ഭയപ്പെടേണ്ട, എനിക്ക് സുഖമാണ് മമ്മി. എന്തു സുഖം? മകളെ അരികിൽ കണ്ടതോടെ ശ്വാസം വരുതിയിൽ കിട്ടുമെന്ന നിലയിലായതുപോലെ മേരി ആശ്വസിച്ചു. എന്നിട്ട് ആയാസപ്പെട്ട് പറഞ്ഞു, എന്ത് സുഖമായാലും നമുക്ക് ആ പണി വേണ്ട. നീ ഇങ്ങു പോരെ. ഇവിടുത്തെ പട്ടിണി നമുക്ക് 3ആയി പങ്കിടാം, അതുമതി. എമിലി ബാഗ് തുറന്നു. 1500 രൂപയുടെ പൊതി ജോൺസന്റെ കയ്യിൽ പിടിപ്പിച്ചു. പപ്പ, എൻ്റെ ശമ്പളം 2000 രൂപയോ ശമ്പളം കിട്ടി. കുറച്ച് തുണികൾ വാങ്ങി. ദാ ഇത് പപ്പയ്ക്ക്, ഇത് മമ്മിക്ക്. ഞാനെന്തിനാ പപ്പ ഈ പണി കളയുന്നത്? നമുക്ക് സുഖമായി ജീവിക്കരുതോ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പണി. മോളെ, ആരും ഏതുമില്ലാത്തിടത്ത് ഒറ്റയ്ക്ക്, അതൊക്കെ അപകടമാ മോളെ, ജോൺസൺ പറഞ്ഞു. ആരും ഏതുമില്ലാത്തിടത്തോ? ഒറ്റയ്ക്കോ? ആര് പറഞ്ഞു? ഞാൻ താമസിക്കുന്നത് ഒറ്റയ്ക്കൊന്നുമില്ല, ബംഗ്ലാവില, ഹിൽവാലി ബംഗ്ലാവിൽ. അവിടുത്തെ മമ്മിയുടെ കൂടെ, വിന്നി ഫെർണാണ്ടസിൻ്റെ കൂടെ. മമ്മയ്ക്ക് എന്നെ എന്തിഷ്ടമാണെന്നോ? എമിലി പറഞ്ഞിട്ട് ഇരുവരെയും ശ്രദ്ധിച്ചു. ഞെട്ടൽ. ഇരുവരും സ്തംഭിച്ച മട്ട്. ജോൺസന്റെ കണ്ണുകൾ വല്ലാതെ മിഴിഞ്ഞുപോയി. അടുത്ത അധ്യായം നാളെ.